എല്ലാവർക്കും ആമസോൺ ഫൈൻസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ആമസോണിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതെല്ലാം കിടുക്കൻ ഗാഡ്ജറ്റുകളാണ് കേട്ടോ. ഈ ഒരു ബോക്സ് നിറയെ ഗാഡ്ജറ്റുകളുണ്ട്. ഇന്ന് നമ്മുടെ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗാഡ്ജറ്റുകളാണ്. എക്സ്പെൻസീവ് അല്ലാത്തതായിട്ടുള്ളതും ഉണ്ട്, എന്നിരുന്നാലും മെജോറിറ്റി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗാഡ്ജറ്റുകളാണ്. ബട്ട് ഐ ക്യാൻ അഷ്യൂർ ഇതെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുള്ള സാധനങ്ങളാണ് കേട്ടോ. യൂസ്ഫുൾ ആയിട്ട് വരുന്ന സാധനങ്ങളാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ ഓരോന്നോരോന്നായിട്ട് നോക്കാം. ആദ്യം തന്നെ നമ്മളിവിടെ ആയിട്ട് ഇന്ന് എടുത്തിട്ടുള്ളതെന്ന് പറയുന്നത് കംപ്രസ്ഡ് എയർ ഡസ്റ്റർ. കുറേ നാളായിട്ട് ഞാൻ വാങ്ങിക്കണം എന്ന് വിചാരിച്ചൊരു സാധനമാണ് ഈ ഒരു കംപ്രസ്ഡ് എയർ ഡസ്റ്റർ എന്ന് പറയുന്നത്. ഇത് നമുക്ക് എവിടെയൊക്കെയാണ് യൂസ്ഫുൾ ആവുന്നത് നിങ്ങൾക്കറിയാം. കമ്പ്യൂട്ടർ ക്ലീൻ ചെയ്യാനും വിൻഡോസ് ക്ലീൻ ചെയ്യാനും അങ്ങനെയൊക്കെ ഒരുപാടധികം യൂസ് ഉള്ളൊരു സാധനമാണ്. അപ്പോൾ ഇതെടുക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസ് പോയിന്റിൽ, അതായത് 2999 രൂപയ്ക്കാണ് ഈ ഒരു കംപ്രസ്ഡ് എയർ ഡസ്റ്റർ വാങ്ങിച്ചിട്ടുള്ളത്. ഈ ഒരു പ്രൈസ് പോയിന്റിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ബാറ്ററി ഓപ്ഷനും കൺസിഡർ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മളിവിടെ ഒരു ബാറ്ററി ഓപ്ഷൻ കൺസിഡർ ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി ഓവർ ടൈം നിങ്ങൾക്കത് ചീത്തയാവും, പിന്നെ അത് യൂസ്ഫുൾ അല്ലാതെ ആയിട്ട് മാറും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തൊരു പവറുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു പവർ എന്ന് പറയുന്നത് ഒരു KPL ആണ് പറയുന്നത്, കിലോ പാസ്കൽസിലാണ് പറയുന്നത്. ആ പവർ എന്ന് പറയുന്നത് ഈവൻ ആ ഒരു ബാറ്ററി ഡ്രെയിൻ ആവുന്നതിനനുസരിച്ച് ആ ഒരു പവറും ഡ്രോപ്പ് ആവുന്നുള്ളതാണ്. സോ നമ്മൾ ഇന്ന് പോയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് വയേർഡ് ആയിട്ടുള്ള ഓപ്ഷനാണ്. കമ്പാരിറ്റീവ്ലി കുറച്ച് പ്രൈസ് ലെസ് ആയിരിക്കും ഈ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡ്യൂറബിൾ ആയിട്ട് ഉപയോഗിക്കാനും പറ്റും എന്നുള്ളതാണ്. എന്തായാലും നമ്മുടെ ബോക്സ് മാറ്റി വെച്ച് നമുക്ക് ഈ ഒരു എയർ കംപ്രസർ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതുപോലൊരു പാക്കേജിങ്ങിലാണ് കേട്ടോ നിങ്ങൾക്ക് നമ്മളുടെ എയർ ഡസ്റ്റർ കിട്ടുന്നത്. പാക്കേജ് തുറന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇവിടെ ആയിട്ട് ഒരു ബ്രഷ്ഡ് നോസിൽ കിട്ടുന്നുണ്ട്. അതായത് നമ്മളുടെ ഹാൻഡ് റെയിൽ അതുപോലെ തന്നെ വിൻഡോ ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇത് യൂസ്ഫുൾ ആണ്. കാര്യം നമ്മൾ പൊടിയൊക്കെ ഇങ്ങനെ നമുക്ക് തുടച്ച് മാറ്റിക്കൊണ്ട് നമുക്ക് ഈ ഒരു നോസിൽ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള നോസിൽ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. സർക്കിളായിട്ട് വരുന്ന നോസിൽ, അല്ലെങ്കിൽ ഒരു ഇതിനെന്ത് പറയുന്നത്, ഇതിനൊന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ പേരൊന്നും അറിയത്തില്ല. പക്ഷേ നിങ്ങൾക്ക് സംഭവം പിടിയിട്ടുണ്ടായിരിക്കും. നല്ല പവറിൽ ജെറ്റ് പോലെ അടിച്ചു വിടുന്ന നോസിലാണ്. അതിനുശേഷം ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറേ അധികം നോസിൽസ് അല്ലാതെ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു ആവശ്യത്തിനും കൂടെ യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ നോസിൽസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഫോംസ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു കംപ്രസറിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വരുന്നതാണ്. അതായത് പൊടിയും കാര്യങ്ങളൊന്നും ബാക്ക് സൈഡിൽ നിന്ന് വലിച്ചെടുക്കുന്ന സമയത്ത് നമ്മളുടെ മെഷീനിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ എക്സ്ട്രാ ഫോം പാഡ്സ് കൊടുത്തിട്ടുള്ളത്. ഓൾറെഡി നമ്മുടെ മെഷീനിനകത്ത് വരുന്നുണ്ട്. എക്സ്ട്രാ നിങ്ങൾക്ക് വേണമെങ്കിൽ അറ്റാച്ച് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഈ നോസിൽസ് എന്ന് പറയുന്നത് അഡീഷണൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ള നോസിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോസിൽസ് നിങ്ങൾക്ക് ചിലപ്പോൾ ഇൻഫ്ലേറ്റബിൾ ആയിട്ടുള്ള മാട്രസോ അല്ലെങ്കിൽ വലിയ വലിയ കളിപ്പാട്ട പാവകളൊക്കെ ഉണ്ടല്ലോ, ലൈക്ക് എയർ അടിച്ച് കയറ്റേണ്ടത്, അപ്പോൾ അതിനൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു നോസിൽസൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് അഡീഷണലായിട്ട് ഇതിനകത്ത് നോസിൽസ് എന്ന രൂപത്തിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഫോം പാഡ്സും. ഇനി ബോക്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ബോക്സിനകത്ത് നമ്മളുടെ എയർ ഡസ്റ്റർ തന്നെയാണ് കേട്ടോ വരുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു ഇതൊരു വയേർഡ് ഓപ്ഷനാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. കാര്യം റിലയബിലിറ്റിയും അതുപോലെ തന്നെ യൂസബിലിറ്റിയും കുറേ നാൾക്ക് എന്തായാലും നമുക്ക് യൂസ് ചെയ്യണം. 3000 രൂപ കൊടുത്ത് വാങ്ങിക്കുന്ന സാധനമാണ്. അപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ലൈഫും അതുപോലെയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ളൊരു ഡസ്റ്റാണ് നിങ്ങൾ ഈ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏകദേശം നിങ്ങൾക്ക് 2 സ്പീഡ് മോഡിലാണ് കൺട്രോൾ ചെയ്യാൻ സാധിക്കുക. അതിന് വേണ്ടിയിട്ടുള്ളൊരു സ്വിച്ച് ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്വിച്ചിനെ മുകളിലോട്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 18 കിലോ പാസ്കൽസിലായിരിക്കും പവർ വരുന്നത്. താഴേക്ക് സിംഗിൾ ബട്ടണാണ്, അതാണെങ്കിൽ നേരെ പാതിയാവും 9 കിലോ പാസ്കൽസിലായിരിക്കും നിങ്ങൾക്ക് എയർ ഇതിൽ നിന്ന് പുഷ് ചെയ്ത് വിടുന്നത്. ഏകദേശം 48,000 RPM ആണ് ഇതിൻ്റെ പീക്ക് പവർ എന്ന് പറയുന്നത്. അപ്പോൾ ടെക് നട്സ് ആയിട്ടുള്ള ആളുകൾക്ക് ആ ഒരു പവർ ഫിഗേഴ്സ് എത്രയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് എന്തായാലും ഞാൻ ഡെമോ കാണിച്ചു തരും ഉറപ്പായിട്ടും. അപ്പോൾ എന്തായാലും നമുക്കിത് അത്യാവശ്യം ലെങ്ത് ഉള്ളൊരു കേബിൾ ഇതിനോടൊപ്പം കിട്ടുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇതൊന്ന് അൺടൈ ചെയ്ത് കാണിച്ചു തരാം. എത്ര മീറ്റർ ഉണ്ടെന്നൊന്നും ചോദിക്കരുത്, കാര്യം എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. എങ്ങനെ പോയാലും ഒരു 3 മീറ്റർ 3.5 മീറ്റർ ഉണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ ഈ ഒരു സാധനം നിങ്ങൾക്ക് അത്യാവശ്യം കണക്ട് ചെയ്തിട്ടാലും കുറച്ച് ഡിസ്റ്റൻസൊക്കെ നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. ഒരു എക്സ്റ്റൻഷൻ കേബിൾ ഉണ്ടെങ്കിൽ സോ മച്ച് ബെറ്റർ. അപ്പോൾ എന്തായാലും ഈ ഒരു സാധനത്തിൻ്റെ പവർ നമുക്ക് നോക്കാം. നമ്മുടെ ഈ ഒരു അഡാപ്റ്റർ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പവർഫുൾ ആയിട്ടുള്ള ജെറ്റ് പോലത്തെ ഈ ഒരു നോസിൽ കണക്ട് ചെയ്യേണ്ടത്. ഈ ഒരു അഡാപ്റ്റർ ലോക്ക് മെക്കാനിസമാണ്, അതുകൊണ്ട് പെട്ടെന്ന് ഊരി പോകത്തില്ലെന്നാണ്. ഇതിനകത്തൊരു ചെറിയൊരു നോബ് പോലത്തെ ഒരു സാധനമുണ്ട്. നമ്മൾ ബൾബൊക്കെ ഇടുന്ന പോലത്തെ ഒരു ലോക്കിംഗ് മെക്കാനിസം ഉണ്ടല്ലോ, നമ്മുടെ പഴയ ബൾബൊക്കെ ഇടുന്ന പോലത്തെ. അപ്പോൾ അതുപോലുള്ളൊരു ലോക്കിംഗ് മെക്കാനിസത്തിലാണ് ഇത് കയറ്റി വയ്ക്കുന്നത്. ഇതിന് പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള ലോക്കിങ്ങും ഇല്ല. ഇതൊരു ആ ഒരു ടൈറ്റ്നെസ്സിലിരിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ക്യാമറയുടെ നേരെ ഒന്നും അടിച്ചു കഴിഞ്ഞാൽ ക്യാമറ പോവും, അത്രയ്ക്ക് പവറാണ്. അപ്പോൾ ഞാനത് താഴേക്ക് തന്നെ അയക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം വേണമെങ്കിൽ ഇതാണ് ഇതിൽ ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മളുടെ ഫുൾ പവർ അല്ല, ഹാഫ് ദ പവറാണ്. ഇനി
അടുത്ത് നമ്മൾ ഫുൾ പവറിലാണ് ഇടാൻ പോകുന്നത്. ഒരു ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒടുക്കത്തെ പവറാണ്. നമ്മളുടെ ഒരുവിധപ്പെട്ട ആളുകൾക്ക് എല്ലാവരുടെയും കാര്യങ്ങളെല്ലാം ഇതിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. വേറൊരു ഉദാഹരണം ഞാൻ കാണിച്ചു തരുന്നത്, ഞാൻ എൻ്റെ സ്കിന്നിലേക്ക് ഞാൻ ഈ ഫുൾ പവറിൽ അടിക്കുന്ന സമയത്ത് അവിടെ ഒരു കുഴിവ് വരികയാണ്, നോക്കിക്കോണേ. പവർ എന്ന് പറയുന്ന ഒരു രക്ഷയില്ല കേട്ടോ. 48,000 RPM ആണ് ആ ഒരു പവർ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഇത് പല സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. എസ്പെഷ്യലി കമ്പ്യൂട്ടറൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. നിങ്ങളുടെ ആ ഒരു ഫാനൊക്കെ ഒന്ന് ടേപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. പിന്നെ ജനാലകളുടെ കമ്പി അടിച്ച ജനാലകളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ ക്ലീൻ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് വെച്ച് അടിച്ചു കഴിഞ്ഞാൽ ഇതാന്ന് പറഞ്ഞിട്ട് വലകളോ പൊടികളോ ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറിപ്പോയിക്കോളും. പിന്നെ കാറിനകത്ത് നമുക്കിപ്പോൾ കാറിന് ചെറിയ ചെറിയ ഹിഡൻ സ്പേസ് ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ എയർ വെൻറ്റുകളിലൊക്കെ പൊടി അടിഞ്ഞിരിപ്പുണ്ടെങ്കിൽ ഇത് നമുക്ക് ഇതിലേക്ക് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ പൊടിയെല്ലാം പുറത്തേക്ക് വരും. നമുക്ക് പിന്നീട് വേറെ എന്തെങ്കിലും മാർഗ്ഗങ്ങൾ ഉപയോഗിച്ച് ഇത് ക്ലീൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. സോ ടൈറ്റ് സ്പേസസിൽ നമ്മുടെ കൈ കിടക്കാത്തടത്തൊക്കെ എയർ വിട്ടുകൊണ്ട് നമുക്ക് ഈ സാധനം ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാൻ സാധിക്കും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. 2,999 രൂപയാണ്. ഞാൻ ഇത് എടുക്കാൻ കാരണവും ഇത് നിങ്ങൾ എടുക്കണം എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി ഓപ്ഷൻസ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ലോങ് ടൈം യൂസിന് നല്ലതായിരിക്കത്തില്ല. പക്ഷെ നിങ്ങൾക്ക് കോമ്പാറ്റബിലിറ്റി ഉണ്ടായിരിക്കും, മൊബിലിറ്റി ഉണ്ടായിരിക്കും. ബാറ്ററി ആണെങ്കിൽ എവിടെ വേണമെങ്കിലും കൊണ്ടുവച്ച് യൂസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇതാണെങ്കിൽ കുറച്ചുകൂടി ഡ്യൂറബിൾ ആയിരിക്കും, നിങ്ങൾക്ക് കുറേ കാലത്തേക്ക് യൂസ് ചെയ്യാൻ സാധിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. പിന്നെ അഗാരോയുടെ ബ്രാൻഡാണ്, മറ്റെല്ലാം കുറച്ചുകൂടെ നോൺ ബ്രാൻഡഡ് പ്രോഡക്റ്റ്സ് ആണ്. അപ്പോൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിക്കുക, സംഭവം അടിപൊളിയാണ്. അടുത്തതായിട്ട് നിങ്ങൾ ആമസോണിൽ നിന്ന് നല്ലൊരു ഗിഫ്റ്റ് പാക്ക് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ഓപ്ഷനാണ് ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്നത്. കാർട്ടൺ ലണ്ടൻ്റെ 2 പെർഫ്യൂമുകളാണ് കേട്ടോ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പെർഫെക്റ്റ് ചോയ്സാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും കേട്ടോ. ഇതെന്ന് പറയുന്നത് എനിഗ്മയാണ്. കാർട്ടൺ ലണ്ടൻ എന്ന് പറയുന്ന ഒരു UK ബേസ്ഡ് കമ്പനിയാണ്. അപ്പോൾ അവരുടെ പ്രീമിയം ഫ്രാഗ്രൻസ് 3 വരുന്നൊരു പാക്കാണത്. അതുപോലെ തന്നെ 609 എന്ന് പറയുന്ന ഒരു പാക്കും എൻ്റെ കയ്യിലുണ്ട്. ഈ എനിഗ്മയിൽ 3 ഫ്രാഗ്രൻസ് വരുന്നുണ്ട്. ഇതിൽ 3 അടിപൊളി ഫ്രാഗ്രൻസ് ആണ് കേട്ടോ. പല തരത്തിലുള്ള ബ്ലെൻഡുകളാണ്. 609 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു വുഡി ഫ്ലേവർ ആയിട്ടൊക്കെയാണ് എനിക്ക് തോന്നിയത്. എന്തായാലും അടിപൊളി സാധനമാണ്. നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് എൻ്റെ ബയോയിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതുവഴി വാങ്ങിക്കാവുന്നതാണ്. സോ ഗൈസ്, മൂവിങ് ഓൺ, നമ്മളുടെ ബോക്സിൽ നിന്ന് അടുത്ത സാധനം എടുക്കാൻ വേണ്ടി സമയമായി. ഇതെന്ന് പറയുന്നത് നമ്മളുടെ ഇന്നത്തെ ഗാഡ്ജറ്റുകളിൽ ഏറ്റവും വില കുറഞ്ഞൊരു സാധനം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഗാഡ്ജറ്റിൻ്റെ വില എന്ന് പറയുന്നത് 499 രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. ഇനി വരാൻ പോകുന്നത് ഒരു വലിയൊരു മഴക്കാലമാണ്. മഴക്കാലത്തിനൊപ്പം നിങ്ങൾക്ക് വൈദ്യുതി ക്ഷാമവും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പവർ കട്ടുകൾ ഒരുപാടധികം വരും. അപ്പോൾ ഒരു ഇൻവെർട്ടറോ അങ്ങനത്തെ ഓപ്ഷൻസുകളോ ഒന്നും ഇല്ലാത്ത വീടുകളിൽ ഒരു തരി വെട്ടം, അല്ലെങ്കിൽ മിന്നാമിനിങ്ങിൻ്റെ വെട്ടം പോലെയെങ്കിലും നമുക്കൊരു വെട്ടം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളൊരു ഗാഡ്ജറ്റാണ്. 499 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. ഇതെന്ന് പറയുന്നത് ഒരു പോർട്ടബിൾ ആയിട്ടുള്ളൊരു എമർജൻസി ലാമ്പാണ്. ഇത് നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കുന്നത്. ഇത് മാത്രമല്ല, പല ഉപയോഗങ്ങളുണ്ട്. ഞാൻ ഈ സാധനങ്ങളൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു പൗച്ച് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് കുറച്ചധികം സാധനങ്ങളുണ്ട് കേട്ടോ. എന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാം. ആദ്യം തന്നെ ഒരു അഡീഷണൽ ചാർജിങ് കേബിൾ ഇവിടെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ട് കിട്ടുന്നത് ഒരു ടോർച്ച് ലൈറ്റ് പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ. ഈ ടോർച്ച് ലൈറ്റ് പോലത്തെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇത് നമുക്ക് എമർജൻസി ലാമ്പും ആക്കാം. അതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്കിതൊരു ടോർച്ചായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇവിടെയായിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു ബട്ടണുണ്ട്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ടോർച്ചായിട്ട് ഉപയോഗിക്കാം. ഇവിടെയായിട്ട് ഒരു കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു എമർജൻസി ലാമ്പും പിന്നെ സ്ട്രോബ് എഫക്റ്റിൽ വേണമെങ്കിലൊക്കെ ഉപയോഗിക്കാം പല എമർജൻസി ഘട്ടങ്ങളിലൊക്കെ ആയിട്ട്. അപ്പോൾ ഈ സാധനത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടോർച്ച് ലൈറ്റുള്ള പ്രത്യേകത, ഈ ടോർച്ച് ലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് വെരി ഓർഡിനറി അല്ലേ. പക്ഷേ ഈ ഒരു സാധനത്തിൻ്റെ കൂടെ കിട്ടുന്ന ഈ ഒരു ഐറ്റമാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു പോർട്ടബിൾ ആയിട്ടുള്ളൊരു സോളാർ പാനലാണ്. ഈ ഒരു സോളാർ പാനൽ നിങ്ങൾക്ക് പുറത്തൊക്കെ വെച്ചിട്ട് ഈ ടോർച്ച് ചാർജ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ടോർച്ച് മാത്രമല്ല, നിങ്ങൾക്ക് ഒരുവിധപ്പെട്ട റീചാർജബിൾ ആയിട്ടുള്ള സാധനങ്ങൾ, മൊബൈലൊന്നും ചാർജ് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യില്ല. കാര്യം ഇതിനകത്ത് എത്രത്തോളം സെക്യൂരിറ്റി അങ്ങനത്തെ കാര്യങ്ങൾ, എന്ത് കറണ്ട് ആണ് ഇതിൽ നിന്ന് വരുന്നതെന്ന് യാതൊരു ഐഡിയ ഇല്ല. അല്ലാതെ റീചാർജബിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. വളരെ ലോങ് റേഞ്ചിലുള്ളൊരു വയറാണ് ഇവിടെ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. എങ്ങനെ പോയാലും ഒരു 4 മീറ്റർ 5 മീറ്റർ ആ റേഞ്ച് വരുമെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് നിങ്ങൾക്ക് എവിടെയെങ്കിലും പ്ലേസ് ചെയ്തിട്ട് ഈവൻ റൂഫിലോ അല്ലെങ്കിൽ ഒന്നും വേണ്ട, നിങ്ങൾ കിടക്കുന്ന റൂമിൻ്റെ സൈഡിലൊരു ജനാല ഉണ്ടെങ്കിൽ ഈ സാധനത്തിന് നൈസായിട്ടൊന്ന് പുറത്തേക്ക് ഇടുക.
ഇതിൻ്റെ ഈ കേബിൾ വെച്ചിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. ഇവിടെ ആയിട്ടൊരു മൈക്രോ USB ചാർജിങ് കേബിളാണ് കൊടുത്തിട്ടുള്ളത്. ടൈപ്പ് സി ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു എന്ന് തോന്നി. ഓഫ് കോഴ്സ് ബെറ്റർ ആയിരുന്നേനെ. മേ ബി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു പാർട്ട് കട്ട് ചെയ്തിട്ട് ഒരു ടൈപ്പ് സി വേണമെങ്കിൽ അറ്റാച്ച് ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് ടോർച്ച് ചാർജ് ചെയ്യാൻ പറ്റില്ല. അവിടെയും ഒരു ടൈപ്പ് സി നിങ്ങൾ അറ്റാച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്തായാലും ഒരു മൈക്രോ USB കേബിളാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞ ഐഡിയ അടിപൊളിയാണ് കേട്ടോ. സൈഡിലൊരു വിൻഡോ ഉണ്ടെങ്കിൽ ഇത് നൈസായി എടുത്ത് പുറത്തിട്ടാൽ മതി. കാര്യം ഇതൊരു മോണോപെർക്കിൻ്റെ ഒരു സോളാറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ചെറിയൊരു പ്രകാശം റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന പ്രകാശം, സൂര്യപ്രകാശമായാലും മതി, നിങ്ങൾക്കിത് ഉപയോഗിച്ചുകൊണ്ട് ചാർജ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ വരുന്ന മഴക്കാലത്ത് നിങ്ങൾക്കൊരു മിനി ടോർച്ച്, ഒരു മിനി എമർജൻസി ലാമ്പ് ആവശ്യമുണ്ടെങ്കിൽ ഗോ ഫോർ ഇറ്റ്. 499 രൂപയുള്ളൂ. സൂപ്പർ കൂൾ. നമ്മളിന്നിവിടെ കാണിച്ചിട്ടുള്ള ഗാഡ്ജറ്റുകളെല്ലാം നിങ്ങൾക്ക് ഈസി ആയിട്ട് വാങ്ങിക്കാം. താഴെ ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ലിങ്കുകളുണ്ട്. ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. അതിൻ്റെ ലിങ്ക് തന്നെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അതുവഴി വാങ്ങിക്കാവുന്നതാണ്. അടുത്ത നമ്മുടെ ഗാഡ്ജറ്റിലേക്ക് പോവുകയാണ്. ഈ ഒരു ഗാഡ്ജറ്റ് എന്ന് പറയുന്നത് വളരെ പോർട്ടബിൾ ആയിട്ടുള്ളൊരു കെറ്റിലാണ് കേട്ടോ. അതായത് നമ്മൾ ഹോട്ടലുകളിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ വീടുകളിലുള്ള കെറ്റിലുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മളൊരു സാധനത്തിലേക്ക് എടുത്തു വെച്ച് നമുക്ക് അവിടെ വെച്ച് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇതെന്ന് പറയുന്നത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും, ഒരു പവർ ഔട്ട്ലെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുവച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കെറ്റിലാണ്. ഇതൊരു പോർട്ടബിൾ കെറ്റിലാണ്. 1898 രൂപ കൊടുത്താണ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ പോർട്ടബിൾ എന്ന് പറഞ്ഞാൽ വളരെ പോർട്ടബിളാണ് കേട്ടോ. ഇതൊരു കെറ്റിലാണെന്നേ തോന്നിക്കില്ല, അത്തരത്തിലാണ് ഇതിൻ്റെ ഡിസൈൻ. ഒരു ബോട്ടിലിൻ്റെ ഒരു ഷേപ്പിലാണ് ഇരിക്കുന്നത്. ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇത്രയും സൈസ് ഉണ്ടെന്ന് തോന്നിക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ സൈസിനൊത്തൊരു കപ്പാസിറ്റി അല്ല ഇതിനകത്ത്. നമുക്ക് ഏകദേശം ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കൊള്ളുന്ന ഒരു സ്ഥലമേ ഉള്ളൂ. കാര്യം ഏകദേശം എന്താ ഇതിനകത്തുള്ള കപ്പ് ഈ ഒരു ഭാഗം വരെ വരത്തുള്ളൂ. ബാക്കി എന്ന് പറയുന്നത് ഇതിൻ്റെ ചാർജിങ് മൊഡ്യൂളും അതുപോലെ തന്നെ ഇതിൻ്റെ കേബിൾ വയ്ക്കാൻ വേണ്ടിയിട്ടൊരു കമ്പാർട്ട്മെൻറ്റ് ഇതിൻ്റെ അടിയിലുണ്ടെന്നുള്ളതാണ്. അതായത് നമ്മൾ നോർമലി നോക്കിക്കഴിഞ്ഞാൽ പോർട്ടബിളായിട്ട് നമുക്ക് കൊണ്ടുവയ്ക്കാം. ഇതിൻ്റെ ഒരു അടപ്പുണ്ട്, ഇങ്ങനെ അടച്ചു വയ്ക്കാം. ഇതിൻ്റെ അടിവശത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ടൊന്ന് ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് തുറക്കാൻ പറ്റും. ഇത് തുറന്നു കഴിഞ്ഞാലാണ് ഇതിൻ്റെ കേബിൾ ഇതിൽ നിന്ന് പുറത്ത് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു കേബിൾ കണക്ട് ചെയ്തിട്ടാണ് നമ്മളിത് ബോയിൽ ചെയ്യുന്നത്. ബോയിൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിച്ച് കഴിഞ്ഞാൽ ഏകദേശം 2-3 മിനിറ്റ് കൊണ്ട് നമ്മുടെ വെള്ളം തിളയ്ക്കും. ഏകദേശം 300 വാട്ട്സാണ് ഇതിനകത്ത് വരുന്നത്. മാത്രമല്ല ഇപ്പോൾ നിങ്ങൾ ജിമ്മിലോ അങ്ങനെ എന്തെങ്കിലും ആണ് 2 മുട്ടയൊക്കെ പുഴുങ്ങി തിന്നണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 മുട്ട ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിക്കുക. ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുട്ട പുഴുങ്ങി എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ വളരെ പോർട്ടബിളായിട്ടുള്ളൊരു കെറ്റിലാണ്. പല ആവശ്യങ്ങളും ഉപയോഗിക്കാം. അത് നിങ്ങളുടെ ഇമാജിനേഷൻ അനുസരിച്ചാണ്. എന്തായാലും ഇതിനകത്ത് വെള്ളം ചൂടാക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്ത സമയത്ത് ഏതാണ്ട് ഈ കേബിളിനെ ഇതിനകത്തേക്ക് കുത്തിത്തിരികി വെച്ച് കഴിഞ്ഞാൽ ആ കേബിൾ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമുണ്ട് കേട്ടോ ഇതിനകത്ത്. ഇങ്ങനെ ഒന്ന് കുത്തിത്തിരികി വെച്ചിട്ട് ഈ അടിയിലത്തെ അടപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ കേബിളും ഇല്ല, ഒന്നുമില്ല. നമുക്ക് ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്താൽ മതി. എന്നിട്ട് ഇതിൻ്റെ പുറത്തായിട്ട് ബോയിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കാം. കാര്യം ഇതിൻ്റെ അടിയിലായിട്ടൊരു ബുഷ് പോലത്തെ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും പ്രഷറോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഓട്ടോമാറ്റിക്കലി പൊങ്ങിക്കോളും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ അടച്ചു വയ്ക്കാം. ഇതിൻ്റെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു തെർമോസ്റ്റാറ്റ് പോലെ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. അതായത് ഇതിനകത്ത് നിങ്ങൾ വെള്ളമൊക്കെ ഒഴിച്ച് ചൂടാക്കി വെച്ചിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാലും ആ ചൂട് അങ്ങനെ നിൽക്കും എന്നുള്ളതാണ്. അപ്പോൾ 2 ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെയായിട്ടൊരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സ്വിച്ച് ഉപയോഗിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ചെറിയൊരു ലൈറ്റ് ഇങ്ങനെ കത്തും. അതിനനുസരിച്ച് 2-3 മിനിറ്റ് മാക്സിമം എടുക്കുള്ളൂ. അതിനുള്ളിൽ വെള്ളം തിളച്ചിരിക്കും. എന്തായാലും നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടുള്ള ഒരു കെറ്റിലാണ്. ഇന്നത്തെ ഗാഡ്ജറ്റുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതുപോലുള്ള ഗാഡ്ജറ്റ് വീഡിയോകൾ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതിനോടൊപ്പമുള്ള ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ ഗാഡ്ജറ്റിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗാഡ്ജറ്റുമായിട്ട് വരുന്നവരെ ബൈ ഗൈസ്.